ഹായ് മക്കളെ, നമുക്ക് ഇന്നൊരു ചെറിയൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യാം, ചെയ്ത് പഠിക്കാം. ചോദ്യം എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് ചോദ്യം. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ഭാഗത്തോട്ട് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുക. ന്യൂക്ലിയോഫൈൽ എന്തുമായിട്ടാണ് വരുന്നത്? ഇലക്ട്രോണുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോണുമായിട്ട് ഒരു ഭാഗത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണോ വരുന്നത് അവിടെ ഇലക്ട്രോൺ അധികം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പഠിക്കേണ്ട മെയിൻ പോയിന്റ് എന്താ, ഇലക്ട്രോൺ വിത്ത്ഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് ദി റേറ്റ് ഓഫ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ. അത് വെച്ചിട്ട് മാത്രം ഈ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്കറിയാം NO2 എന്ത് ഗ്രൂപ്പാണ്? -M ആണ്. ക്ലോറിൻ +M ആണെങ്കിൽ പോലും ക്ലോറിൻ്റെ കേസിൽ, ഹാലജൻ്റെ കേസിൽ റെസൊണൻസിനേക്കാളും ഇമ്പോർട്ടൻസ് ഇൻഡക്റ്റീവ് എഫക്റ്റിന് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് എഴുതി വെച്ചു? -I എന്ന് എഴുതി വെച്ചു. ഇവിടെ പിന്നെ ഒന്നുമില്ല. CH3 എന്താ? +H വെച്ചിട്ടാണ്, ഹൈപ്പർ കോൺജുഗേഷൻ ത്രൂ ആണ് ഇലക്ട്രോൺ കൊടുക്കുന്നത്. OH എന്താ? റെസൊണൻസ് വെച്ചിട്ടാണ് ഇലക്ട്രോൺ കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇലക്ട്രോൺ വിത്ഡ്രോ ചെയ്തതിൽ ആരാ? -M. പിന്നെ ആരാ? -I. ഇവിടെ പിന്നെ എടുക്കുന്നില്ല, കൊടുക്കുന്നില്ല. ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ വഴി കൊടുക്കുന്നുണ്ട്, ഇവിടെ റെസൊണൻസ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ കൊടുക്കുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കുറയും, നല്ലപോലെ എടുക്കുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. അപ്പോൾ ഏത് ഓർഡർ വരിക? A ഗ്രേറ്റർ ദാൻ, B ഗ്രേറ്റർ ദാൻ, C ഗ്രേറ്റർ ദാൻ, D ഗ്രേറ്റർ ദാൻ E. അപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഒറ്റ പോയിന്റാ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് ദി റേറ്റ്, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.